പ്രിയപ്പെട്ടവരെ, വളരെ വേദനയോടെ ജാസ്മിൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരിയും ആ സഹോദരിയുടെ പ്രിയപ്പെട്ട ഭർത്താവ് ജോഷി ചേട്ടനും വളരെ വേദനയോടെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനുള്ള കാരണം, പ്രിയപ്പെട്ട ജാസ്മിൻ എന്ന് പറയുന്ന സഹോദരിയുടെ ഇരുവൃക്കകളും തകരാറിലാണ്. അത് വലിയൊരു ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ വൃക്ക വളരെ ചുരുങ്ങി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ പെട്ടെന്ന് സർജറി നടത്തേണ്ട അവസ്ഥ. ആ സഹോദരിയുടെ ഭർത്താവാണ് ഇരിക്കുന്ന ജോഷി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ. അദ്ദേഹം സ്ട്രോക്ക് വന്ന് തളർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ്. മക്കളില്ല. ഒരുപാട് പാവങ്ങളെ സഹായിച്ച വലിയൊരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട ജോഷി എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട സഹോദരൻ. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കിഡ്നി മാറ്റി വയ്ക്കാൻ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് കൈ നീട്ടുകയാണ്. മറ്റുള്ളവർക്ക് കൊണ്ട് കൈ നീട്ടിയ പ്രിയപ്പെട്ടവനാണ് ജോഷി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമാണ്. ഇദ്ദേഹത്തിനുള്ള വെള്ളം എടുത്തു കൊടുക്കാൻ കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട സഹോദരിയാണ് ഇന്ന് ഇരുവൃക്കകളും തകരാറിലായി കിടപ്പായി പോയിരിക്കുന്ന അവസ്ഥ. എല്ലാവരും സഹായിക്കണം, ഒരു വഴിയുമില്ല. എൻ്റെ അവസ്ഥ ഇതാണ്. എൻ്റെ വലതുഭാഗം മൊത്തം തളർന്നുപോയ ഒരവസ്ഥയിലാണ്. എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ഭാര്യയായിരുന്നു. ഭാര്യയുടെ അവസ്ഥ ഇപ്പോൾ 2 വൃക്കകളും തകരാറിലായി ചുരുങ്ങി ഒരവസ്ഥയായതുകൊണ്ട് ഡയാലിസിസ് ചെയ്യാൻ കഴിയില്ലാത്ത അവസ്ഥയിലെത്തി. ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സഹായമുണ്ടെങ്കിലേ കഴിയൂ. വൃക്ക 2 തീർത്തും പ്രവർത്തിക്കാത്ത അവസ്ഥയിലായതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൈനീട്ടാനായിട്ട് വരുന്നത്. നിങ്ങൾ എന്നെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഇവളെ എഴുന്നേറ്റാൽ മാത്രമേ കഴിയുള്ളൂ. അതിനാൽ നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ ഇരുവൃക്കകളും തകരാറിലായിരിക്കുകയാണ്. എൻ്റെ ഭർത്താവ് 2 വർഷം മുന്നേ സ്ട്രോക്ക് ബാധിച്ച് വലതുവശം തളർന്ന അവസ്ഥയിലാണുള്ളത്. ഏതൊരവസ്ഥയിൽ ഞങ്ങൾ പരസ്പരം സഹായിച്ചായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ 2 കിഡ്നിയും തകരാറിലായ ഒരവസ്ഥയിൽ എനിക്ക് ഇനി അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണുള്ളത്. ഡയാലിസിസ് പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, ഞങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞങ്ങളെ സഹായിക്കാൻ നിങ്ങളോട് ഓരോരുത്തരോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞങ്ങൾ സഹായിക്കണം. അസ്സലാമു അലൈക്കും. നമസ്കാരം പ്രിയപ്പെട്ടവരെ. PMS സലാമാണ്. ഞാനിപ്പോൾ ഉള്ളത് മൂവാറ്റുപുഴ മുളവൂര് ജുമാ മസ്ജിദിൻ്റെ ഓഡിറ്റോറിയത്തിന് മുൻപിൽ നിന്നാണ്. ഞാനും ഈ കാണുന്ന ആളുകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ജാസ്മിൻ ജോഷി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ വളരെ ദയനീയമായ ഒരു അവസ്ഥ നിങ്ങളിലേക്ക് കാണിക്കാനാണ്. ജാസ്മിൻ ജോഷിക്ക് ഇരുവൃക്കകളും തകരാറിലായി കാഴ്ചയ്ക്കും കേൾവിക്കും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ഡയാലിസിസ് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വളരെ സങ്കടകരം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണെന്ന്. ഒന്ന്, അവർക്ക് മക്കളില്ല. പ്രിയപ്പെട്ട ഭർത്താവ് സ്ട്രോക്ക് ബാധിച്ച് കിടക്കുന്നൊരവസ്ഥയിലും പരസഹായത്തിന് ആരുമില്ലാത്തൊരവസ്ഥയിൽ ഈ നാടും നാട്ടുകാരൊക്കെ സഹായത്തോടെ ജീവിക്കുന്നൊരവസ്ഥയാണ് പ്രിയപ്പെട്ട ജാസ്മിൻ ജോഷിക്കും അവരുടെ ഭർത്താവിനും. പ്രിയപ്പെട്ടവരെ, 30 ലക്ഷം രൂപയും മുൻപോട്ടുള്ള ചികിത്സയും വളരെ എമർജൻസിയാണ്. ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ വളരെ വിഷമാവസ്ഥയിൽ കഴിയണം പ്രിയപ്പെട്ട ജാസ്മിൻ ജോഷി. എന്നെ കാണുന്നവർ കേൾക്കുന്നവരൊക്കെ സഹായിക്കണം. ഇവിടെ വലിയൊരു കമ്മിറ്റിയും കാര്യമൊക്കെ ഒന്നിച്ച് ഇവിടെ കൂടി നിന്നിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. എല്ലാവരുടെ സഹായവും സഹകരണവും നിങ്ങളുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടുത്തെ കമ്മിറ്റിയുടെ ഭാരവാഹികൾ നിങ്ങളടുത്ത് പറയും. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവര്, നമ്മുടെ മുളവൂര് ജമാഅത്തിന്റെ ഇമാമാണ് ഞാൻ. നമ്മുടെ പള്ളിയുമായി അടുത്തധികം ദൂരം അല്ലാതെ താമസിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി ജാസ്മിൻ ജോഷി കിഡ്നി സംബന്ധമായ രോഗമായി നാളുകളായി ചികിത്സിക്കുന്നു. അവരുടെ ഭർത്താവ് സ്ട്രോക്ക് വന്ന് തളർന്ന് ധാരാളം പ്രശ്നങ്ങളുമായി നേരിടുന്ന കുടുംബമാണ്. നമ്മൾ അവരെ ഏറ്റെടുത്താൽ തമ്പുരാൻ നമ്മളെയും ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ജാതി മത ഭേദമന്യേ എല്ലാവരും അവരെ ഏറ്റെടുത്ത് കഴിവുള്ള സഹായങ്ങൾ ചെയ്യണമെന്നും സഹായിക്കണമെന്നും അറിയിക്കുകയാണ്. സ്നേഹമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഏറെ പരിതാപകരമായ ഒരു സാഹചര്യത്തിലാണ് അവരുള്ളത്. നാം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ നിശ്ചയമായിട്ടും അവരെ ആ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് കഴിയും. ജാസ്മിൻ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് ജോഷിക്കും ഒരു തണലാകും. ഈ നല്ല ഉദ്യമത്തോടു കൂടി എല്ലാവരും അകമഴിഞ്ഞ് പങ്കുചേരണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. ഞാൻ അറേക്കാട് ദേവീക്ഷേത്രം മേൽശാന്തിയാണ്. ശ്രീമതി ജാസ്മിൻ ജോഷി ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഏറെ അനുഭവിക്കുന്ന ഒരു സഹോദരിയാണ്. അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്, നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. അപ്പോൾ നമ്മളത് ഏക മനസ്സോടുകൂടി ഏറ്റെടുത്ത് ജീവിതയാത്രയിലേക്ക് കൈപിടിച്ച് കയറണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. ഞാൻ ജാസ്മി താമസിക്കുന്ന വാർഡിലെ മെമ്പറാണ്. വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജാസ്മിയെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയും കർത്തവ്യവുമാണ്.
ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന ചെറിയ സഹായം ചെയ്ത് ജാസ്മിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ പായ്പ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. ജാസ്മിൻ്റെ 2 വൃക്കയും തകരാറിലാണ്. അതുപോലെ ജോഷിക്കും ബൈപ്പാസ് ചെയ്ത് നടക്കാൻ വരെ കഴിയാത്ത രീതിയിലാണ് അവർ താമസിക്കുന്നത്. സാധുക്കളായി അവരെ സഹായിക്കണമെന്ന് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. സബീർ മൂവാറ്റുപുഴയാണ്. നേരിട്ടറിയാവുന്ന ഒരു ഫാമിലിയാണ്. ജാസ്മിൻ്റെ കുടുംബം ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്ന ഈ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന എൻ്റെ നാട്ടിലുള്ളൊരു ഫാമിലിയാണ്. നിങ്ങളെല്ലാവരും അകമഞ്ഞ് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ജാസ്മിൻ ജോഷി ചികിത്സാ സഹായ സമിതിയുടെ ചെയർമാനും പഞ്ചായത്ത് മെമ്പറുമാണ്. എല്ലാവരും പറഞ്ഞതുപോലെ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് ആ കുടുംബത്തെ, ആദ്യമേ സൂചിപ്പിച്ച ആ കുടുംബത്തെ രക്ഷിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ട് എല്ലാവരും ഒരേ മനസ്സോടെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത്. ജാസ്മിൻ്റെ ഭർത്താവ് ജോഷിയുടെ പേരിലുള്ള ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് ഡീറ്റെയിലും ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ താഴെ വെക്കുന്നുണ്ട്. ഗൂഗിൾ പേക്ക് തടസ്സം നേരിടാൻ ഒരുപാട് സാധ്യതകളുള്ളത് കൊണ്ട് നിങ്ങൾ അക്കൗണ്ട് വഴി സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട ജാസ്മിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമസ്കാരം.